കാനനവാസനായ അയ്യപ്പന്റെ തിരുസന്നിധിയായ ശബരിമലയിൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളുമെല്ലാം കാനന രീതിയിൽ തന്നെയാണ്. ഓരോ അയ്യപ്പ ഭക്തനും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം കഴിഞ്ഞാൽ ശബരിമലയിലെ കൊടുംവനത്തിൽ നിന്ന് ശേഖരിക്കുന്ന റാക്കിലയിൽ പ്രസാദം കിട്ടുക എന്നത് ഏതൊരു ഭക്തന്റെയും സ്വപ്നമാണ്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത പ്രത്യേകതയാണ് ശബരിമലയിലെ റാക്കില പ്രസാദത്തിന്. കാനനവാസനായ അയ്യപ്പന്റെ തിരുസന്നിധിയിലും മാളികപ്പുറത്തും പ്രസാദം വിതരണം ചെയ്യുന്നത് പ്രകൃതിദത്തമായ ഗുണങ്ങളുള്ള റാക്കില എന്നറിയപ്പെടുന്ന കാട്ടുകൂവയുടെ ഇലയിലാണ്. പെട്ടെന്ന് നശിച്ചു പോകില്ലെന്നതാണ് ഈ ഇലയുടെ പ്രത്യേകത. അതുകൊണ്ടുതന്നെ റാക്കിലയിൽ ലഭിക്കുന്ന പ്രസാദം ഏറെ നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർക്ക് തിരികെ നാട്ടിലെത്തുന്നതുവരെ കാട്ടുകൂവയിലയിലെ പ്രസാദം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. റാക്കില മടക്കിയാലും പൊട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഭക്തർക്ക് പ്രസാദം സൂക്ഷിക്കാനും സൗകര്യപ്രദമാണിത്. വണ്ടിപ്പെരിയാറിൽ നിന്നാണ് റാക്കില ശേഖരിക്കുന്നത്. നിലയ്ക്കൽ, പ്ലാപ്പള്ളി, അട്ടത്തോടി എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു നേരത്തെ ഇത് ശേഖരിച്ചിരുന്നത്. വിഷപ്പാമ്പുകളും വന്യമൃഗങ്ങളും നിറഞ്ഞ കാട്ടിനുള്ളിൽ നിന്ന് അതിരാവിലെ തന്നെ ഇലകൾ വെട്ടിയൊതുക്കിയെടുക്കണം. വെയിലിന്റെ ചൂടേറ്റാൽ ഇലകൾ വാടും. അതിസാഹസികമായി കാട്ടിനുള്ളിൽ നിന്ന് ഇലകൾ വെട്ടിയൊതുക്കി സന്നിധാനത്തെത്തിക്കണം. 20ഓളം തൊഴിലാളികളാണ് ഇലകൾ ശേഖരിക്കാൻ പോകുന്നത്.